ഒന്നും വേണ്ട, ജസ്റ്റ് ഐസ് എനഫ്. പുള്ളിയുടെ കണ്ണ് കണ്ട ഒരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളെ വെരി 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 ടച്ചിങ്. കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ലാലേട്ടനെ നമ്മൾ ആഗ്രഹിച്ചൊരു രീതിയിൽ കിട്ടി, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇങ്ങനെ മോഹൻലാലിനെ കണ്ടു, നമ്മൾ ലാലേട്ടനെ കണ്ടു. നമുക്കിങ്ങനെ കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റി. മോഹൻലാൽ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. മോഹൻലാലിനെ കുറെ നാളിന് ശേഷം ഒരു പഴയ ഒരു മോഹൻലാലിനെ കാണാനൊക്കെ പറ്റി. നല്ല അടിപൊളി സൂപ്പർ മൂവിയായിരുന്നു. നല്ല സ്റ്റോറി, സ്ക്രീൻ പ്ലേ. മോഹൻലാലിന് ഒരു ബാക്ക് ടു പഴയ ഇതിലിരുന്ന് കാണാം. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ആക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ പുള്ളി ഒരു സ്റ്റണ്ട് ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല കൺവിൻസിങ് ആണ്. നല്ല സ്റ്റോറി ആയിരുന്നു, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. വർത്ത് വാച്ചിങ്. കിട്ടില്ല മൂവി. കിട്ടില്ലെന്ന് വെച്ചാൽ എന്താ പറയാ, പഴയ മോഹൻലാൽ വന്നു, അത്ര തന്നെ. കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് സീൻ എല്ലാം സെറ്റ് ആയതുകൊണ്ട് പോയി കാണണം, എല്ലാവരും കാണണം. കിട്ടില്ല ഒന്നായിട്ട് മോഹൻലാലിന്റെ തിരിച്ചുവരവാണ്. നല്ല ഒരുപാട് കോടികൾ കളക്ട് ചെയ്യുന്ന പടമായിരിക്കും. അടിപൊളി പടം. ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ മോഹൻലാലിന്റെ തിരിച്ചുവരവാണ്. മോഹൻലാൽ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടാണ് തരുൺ മൂർത്തി കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിക്കാനാണ്. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ലാലേട്ടനെ നമ്മൾ ആഗ്രഹിച്ചൊരു രീതിയിൽ കിട്ടി, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഹാപ്പിയാണ് മൊത്തത്തിൽ. ഒരുപാട് നാളിന് ശേഷം വന്ന വളരെ നല്ലൊരു പടമാണ്. ഒരു മാസവും ഇല്ല, ഹെലികോപ്റ്ററും ഇല്ല, വെടിയില്ല, പക്ഷേ ഇറ്റ് വാസ് എ ട്രൂ ലാലേട്ടൻ ഫാൻ മൂമെന്റ്. സോ ഹാപ്പി. ഇതാണ് പക്ക ഒരു കാത്തിരുന്ന മോഹൻലാൽ. സോ ഹാപ്പി ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ഇറ്റ് വാസ് എ വെരി ഹാപ്പി മൊമെന്റ്. ഒന്നുമില്ല, ലിറ്ററലി നത്തിങ്. ഒന്നും കാണിക്കണ്ട. എന്താണ് കാണിക്കേണ്ടതെന്ന് കാണിക്കാൻ ജസ്റ്റ് എ സിമ്പിൾ ഷോട്ട് വാസ് എനഫ്, എ സിമ്പിൾ കോസ്റ്റ്യൂം വാസ് എനഫ്, നത്തിങ് എൽസ് വാസ് എ. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിറങ്ങി വന്നൊരു പടമാണ്. വെരി ഹാപ്പി. ആ ഒരു ബാത്റൂം സീനൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? എവറിത്തിങ് വാസ് പീക്ക് ബ്രോ. ആക്ച്വലി ഒരു ബിഗ് ബഡ്ജറ്റ് വേണ്ട, നത്തിങ് വാസ് ലൈക്ക്. ബാക്കിയൊന്നും കൊള്ളാമെന്നല്ല. ഒരുപാട് പേർക്ക് മേ ബി റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ലാലേട്ടനെ കാണാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. പക്ഷെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ലാലേട്ടൻ വാസ് ദിസ്. ഇറ്റ് ടുക്ക് എ വെരി ലോങ് ടൈം ടു കം ബാക്ക്, ബട്ട് ഹി ഈസ് കേപ്പബിൾ ഓഫ് സ്റ്റിൽ ഡൂയിങ് ദിസ്. പക്ഷെ അത് ഒരുപാട് പേരും തിരിച്ചറിയുന്നില്ല. ഇതാണ് പുള്ളിയുടെ കഴിവ്, ഇതാണ് പുള്ളിയുടെ കാലിബർ. അതെ, ഇപ്പൊ ചുമ്മാ മാർക്കറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ജസ്റ്റ് ഡാം ഗുഡ്. ഒന്നും വേണ്ട, ജസ്റ്റ് ഐസ് എനഫ്. പുള്ളിയുടെ കണ്ണ് കണ്ട ഒരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളെ വെരി 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 ടച്ചിങ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വാസ് ഓസം. ജേക്സ് ഫുജയ് വാസ് ജസ്റ്റ് വാവ്. ഹി ജസ്റ്റ് ലിഫ്റ്റഡ് ദ സീൻ. ബാക്കി മൊത്തം ഓവറാണ്. ആൻഡ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വെയർ ഔട്ട്സ്റ്റാൻഡിങ്. ഒരു പുതുമുഖ നടനല്ലേ വന്നിരിക്കുന്നത്. അതെ, ഹി വാസ് ജസ്റ്റ് ഓസം. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, എബോവ് ആഫ്റ്റർ ഓൾ ലാലേട്ടൻ വാസ് ജസ്റ്റ് ലിറ്റ്. സോ ഹാപ്പി. ഞാൻ ആക്ച്വലി ഒരു മമ്മൂക്ക ഫാനാണ്, പക്ഷേ ഐ എം വെരി മച്ച് പുള്ളിനെ ഇങ്ങനെ ഒന്ന് സ്ക്രീനിൽ കാണാൻ കൊതിച്ചിരുന്നു ഒരുപാട് നാളായിട്ട്. മനസ്സ് നിറഞ്ഞിറങ്ങിയ ഒരു പടമാണ്. കൊള്ളാം, സൂപ്പർ. എന്താണ് ഇഷ്ടപ്പെട്ടത്? എന്താണ് പടത്തില് ഒരു മോഹൻലാലിനെ ഒരു അതെ, പഴയ ഒരു നടനെ തിരിച്ചു കിട്ടിയതുപോലെ കുറെ നാളിന് ശേഷം. റിവെഞ്ച് ആയിരുന്നു. ഒരു റിവെഞ്ച് തന്നെയായിരുന്നു. നല്ലൊരു റിവെഞ്ചാണ്. ഒരു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു തരത്തിലുള്ള ഒരു റിവെഞ്ചാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഫുൾ ഒരു ഫീൽ ഗുഡ് മൂവി ഇത് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര നമ്മൾ ത്രില്ല് അടിപ്പിച്ചിരുത്തും. അതുപോലെ തന്നെ ഫുൾ തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ നമ്മൾ ഇരുത്തും. അങ്ങനെയാണ് ദൃശ്യത്തിന്റെ തിരിച്ചുള്ളവര്. ആക്ഷൻ ത്രില്ലറായിരുന്നു. കണ്ടോണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ബോറൊന്നും അടിച്ചില്ല. നല്ലതായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇങ്ങനെ മോഹൻലാലിനെ കണ്ടു, നമ്മൾ ലാലേട്ടനെ കണ്ടു. നമുക്കിങ്ങനെ കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റി. ബാക്കി ഈ അടുത്ത് വന്ന പടങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലതായിരുന്നു. ലൈക്ക് ഒരു കംപ്ലീറ്റ് പാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വേറെ ഒന്നും കണ്ടില്ല. നന്നായിട്ട് കേട്ട ഉടനെ വന്നതാ. സോ എനിക്കൊന്നും അറിയാതെ വന്നത്. അപ്പൊ എല്ലാവരും ഒന്നും അറിയാതെ വന്ന് കാണുക. വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ഇത്തിരി നല്ലോണം വെറൈറ്റി ആയിട്ട്, പഴയതുപോലെ അല്ലേ, കുറച്ചുകൂടി ഇതായിട്ടുണ്ടായിരുന്നു. ഇമോഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വില്ലൻ സൂപ്പർ. അതെ, പുതുമുഖ നടമാണ്. പക്ഷേ സൂപ്പർ. ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. എടുത്തിട്ടാണ് എല്ലാ രീതിയും ഉള്ളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ല പരിപാടി. ആക്ടിങ്, മോഹൻലാലിന്റെ ആക്ടിങ്. പഴയ ഒരു മോഹൻലാലിനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റി. അതെ അതെ, നൈസായിരുന്നു. കുറച്ച് ദിവസമായിട്ട് മിസ്സായ എന്തോ സാധനം തിരിച്ചിട്ടിയ ഒരു ഫീലുണ്ട്. ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് പടം കണ്ടത്. നല്ല മൂവിയായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. നല്ല സിനിമയായിരുന്നു. സൂപ്പർ പടം. ഓ, നല്ല പടം. മോഹൻലാൽ നല്ല നടിപ്പാണ്. മോഹൻലാൽ നമ്മൾ കാത്തിരുന്ന ഒരു മോഹൻലാലിനെ വീണ്ടും, പഴയ ഒരു മോഹൻലാലിനെ വീണ്ടും കാണാൻ പറ്റി. എങ്ങനെയുണ്ട്? ആക്ഷനൊക്കെ നല്ല ആക്ഷൻ ഉണ്ട്. നല്ല സിനിമയാണ്. എന്താണ് ഇഷ്ടപ്പെട്ട? മോഹൻലാലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പഴയ മോഹൻലാലിനെ കാണുന്ന വീണ്ടും കാണാൻ പറ്റി. നല്ല സിനിമ. ഫാമിലിക്കെല്ലാം നല്ല സിനിമ. നല്ല സിനിമ. നല്ല പടം. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിട്ട്. എന്താ മോഹൻലാൽ തന്നെ, ലാലേട്ടൻ തന്നെയാണ്. കോമഡീസ് നന്നായി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻസ് ആണ് മെയിൻ.